ഹലോ ഹായ് എവരി വൺ എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങളങ്ങ് സൂന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള PSCയുടെ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ SBCAD, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലേ. അങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരുപാട് കേരള PSCയുടെ തസ്തികകൾ എന്ത് ചെയ്തിരുന്നു അടുത്തിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം എക്സാമിനേഷൻ എന്ന് കാണുന്നുള്ളതൊക്കെ കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ല ഈ പറയുന്ന ഡിഗ്രിയിലെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് കാണുമെന്നുള്ളത് അല്ലെ. അപ്പം അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സംശയമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനകത്ത് പ്രധാനമായിട്ടും PSC ഇക്കൊല്ലം ഉൾക്കൊള്ളിച്ചിട്ടുള്ള എക്സാമിനേഷൻ ഏതെല്ലാമാണെന്നുള്ളത് അല്ലെ. ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസിനകത്തും പ്രധാനമായിട്ട് നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ ഏതാണെന്നുള്ളത് അല്ലെ. ഈ പറയുന്ന ഡിഗ്രി എന്താണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള എക്സാമിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന 2026 കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ എക്സാമിനേഷൻ കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടർ പ്രകാരം കേരള PSC പറയുന്ന എക്സാമിനേഷൻ ഏതെല്ലാമാണെന്നുള്ളതാണ് എന്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം തന്നെ നോക്കാം, ഇതൊരു ടെനേറ്റീവ് ഈ പറയുന്ന ഒരു ഷെഡ്യൂളാണ്. ഈ പറയുന്ന 2026 കേരള PSC പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഒരു കലണ്ടറാണ് കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന കാറ്റഗറി നമ്പർ, അതേപോലെ ഏതാണ് പോസ്റ്റ് എന്നും ഏതാണ് ഡിപ്പാർട്ട്മെന്റ് എന്നും അതേപോലെ തന്നെ പ്രിലിംസും മെയിൻസും എന്ന് നടക്കും. ഒരു എക്സാക്ട് ഡേറ്റ് അല്ല അവർ പറയുന്നത്, മറിച്ച് അതൊരു എത്ര മാസങ്ങൾക്കിടയിലാകും എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്നത് ചിലപ്പം മെയ് ജൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു ഇത്ര മാസങ്ങൾക്കുള്ളിലാണെന്നാണ് ഇത് അവർ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താണ് സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തതാണ് 017/2025 എന്നറിയപ്പെടുന്ന SBCIDയുടെ അല്ലെ, സ്പെഷ്യൽ ബ്രാഞ്ച് CID വന്നിട്ട് ഒരുപാട് കാലം അല്ലെ, ഒരുപാട് കാലമായി SBCIDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലെ കേരള പോലീസിലേക്ക്. അത് മെയ് ജൂലൈ 2026 ആയി അതിൻ്റെ പ്രിലിംസ് എന്ന് പറയുന്നത്, മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ചെയ്യുന്നത് അതിൻ്റെ മെയിൻസും നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തതാണ് 187/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഈ പറഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അത് ഈ പറഞ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. അത് ഈ പറയുന്ന രീതിയിൽ മെയ് ജൂലൈ മാസങ്ങളിൽ, ഈ പറയുന്ന മെയ് ജൂലൈ മാസങ്ങളിൽ അതിന്റെ പ്രിലിംസും അതേപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന എന്താണ് മെയിൻസ് നടക്കും എന്നുള്ളതാണ്. അടുത്തത് 188/2025 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ട്രാൻസ്ഫർ എന്നാണ് റിക്രൂട്ട്മെന്റ് ആണ്. അത് ഈ പറയുന്ന പോലെ തന്നെ മെയ് എന്താണ് ജൂലൈ അതേപോലെ മാസങ്ങളിലായിട്ട് ഈ പറയുന്ന പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസും എന്ത് ചെയ്യും നടക്കുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് 269/2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് അല്ലെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു. അത് ഈ പറയുന്ന മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ഈ പറയുന്ന എന്താണ് പ്രിലിംസും അതേപോലെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസും എന്ത് ചെയ്യും നടക്കുന്നതാണ്. അടുത്തതാണ് ഈ പറയുന്ന 352/2025 നമ്മുടെ ഈ പറയുന്ന വിവിധ കമ്പനികളിലെ ബോർഡുകളിലേക്കുള്ള KSFE, KSCB, KMML, കെൽട്രോൺ, മലബാർ സിമെന്റ്സ്, TTP, KA, MCO എന്നിങ്ങനെ അടങ്ങുന്ന വിവിധ കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ജൂനിയർ ഗ്രേഡ് 1, അതേപോലെ തന്നെ ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് അല്ലെ. ഇതിന്റെ പ്രധാനമായിട്ട് എക്സാമിനേഷൻ നടക്കുന്നത് മെയ് ജൂലൈ 2026 മെയിൻസ് നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. അടുത്തതാണ് 353/2025 ഈ പറഞ്ഞ KSRTC കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എന്നിവയിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നിങ്ങനെ അടങ്ങുന്ന വിഭാഗത്തിലേക്ക്. അത് ഈ പറഞ്ഞ മെയ് ജൂലൈ 2026 പ്രിലിംസും മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ കാണും. അടുത്തതാണ് ഈ പറയുന്ന SI നമ്മുടെ 446/2025 നമ്മുടെ SI, അതായത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് അല്ലെ. അത് പ്രധാനമായിട്ടും പോലീസിലേക്കാണ്, നമ്മുടെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് അല്ലെ. പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയൻ ഒരുപാട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞ SAP, KP 1, 2, 3 അതേപോലെ തന്നെ MSP അല്ലെ. അങ്ങനെ ഈ പറയുന്ന ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ മെയ് ജൂലൈ മാസങ്ങളിലാണ് അതിന്റെ പ്രിലിംസ് നടക്കുന്നത്. അതേപോലെ തന്നെ മെയിൻസ് നടക്കുന്നത് പ്രധാനമായിട്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അത് 447/2025 എന്ന് പറയുന്ന ഈ പറയുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കോൺസ്റ്റാബുലറി ബൈ ട്രാൻസ്ഫർ എന്താണ് റിക്രൂട്ട്മെന്റ് ആണ്. അത് ഈ പറയുന്ന എന്താണ് ബറ്റാലിയനുകളിലേക്കാണ്. മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ഈ പറയുന്ന രീതിയിൽ പ്രിലിംസും
ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും പറയുന്ന മെയിൻസ് നടക്കുന്നതാണ്. അത് 448/2025 ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കേരള പോലീസിലേക്ക് പ്രധാനമായിട്ട് സിവിൽ പോലീസ് ആണത്. അത് ഈ പറയുന്ന മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ഈ പറയുന്ന പ്രിലിംസും അതേപോലെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എന്ത് നടക്കും, മെയിൻസും നടക്കുന്നതാണ്. അടുത്താണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മിനിസ്റ്റീരിയൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്, പ്രധാന ട്രാൻസ്ഫർ ആണ്. ഈ പറയുന്ന 449/2025 കേരള പോലീസ് കേരള സിവിൽ പോലീസിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. മെയ് ജൂലൈ മാസങ്ങളിലെ പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസും നടക്കും. അതായത് നമ്മൾ ഈ പറയുന്ന മേൽ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻസിന്റെ എല്ലാം പ്രിലിംസ് ഈ പറയുന്ന മെയ് ജൂലൈ മാസങ്ങളിലും മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും നടക്കും എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ബാക്കി ഒരു പോസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കോൺസ്റ്റാബുലറി ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് നമ്മൾ പറഞ്ഞതും കൂടി ഉള്ളൂ. അത് ഈ പറയുന്ന സിവിൽ പോലീസിലേക്കായിരുന്നു. അടുത്തത് അസിസ്റ്റന്റ് ജയിലർ 451/2020 അസിസ്റ്റന്റ് ജയിലർ അല്ലെ. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 സൂപ്രണ്ടന്റ് സബ് ജയിൽ, അതേപോലെ തന്നെ എന്താണ് സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ എക്സെട്ര മിനിസ്റ്റീരിയൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അതിന്റെ ഈ പറയുന്ന മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ഈ പറയുന്ന പ്രിലിംസും അതേപോലെ തന്നെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസും എന്ത് ചെയ്യും നടക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ എന്താണ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, അതേപോലെ തന്നെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ പറയുന്ന എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതേപോലെ അടുത്തത് സൂപ്പർവൈസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർമെന്റ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. അതേപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, കേരള നാഷണൽ സേവിങ്സ് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ, അതേപോലെ കേരള നാഷണൽ സേവിംഗ് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ബൈ ട്രാൻസ്ഫർ, കേരള നാഷണൽ സർവീസിലേക്കുള്ള ഈ പറയുന്ന ട്രാൻസ്ഫർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സ് എന്നിവ അടങ്ങുന്ന ഒരുപാട് എക്സാമിനേഷൻസിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് മെയ് മാസത്തിലും മെയിൻസ് എന്ന് പറയുന്നത് മെയ് ജൂലൈ മാസങ്ങളിലും മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് നടക്കുമെന്നാണ് ഈ പറയുന്ന ടെനേറ്റീവ് കലണ്ടർ പ്രകാരം എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജനുവരി മാസമാണ്, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അല്ലെ, കൂടിപ്പോയി പറയുന്ന 4ഓളം മാസങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. ഈ 4 മാസങ്ങൾ പ്രധാനമായിട്ടും വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻസ് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. 4 മാസം മുന്നിലുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഈ പറയുന്ന മെയ്യും കൂടെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന 4 മാസം എടുക്കുന്നത്. കാരണം ഇവർ 4 മാസം കൊണ്ട് അത്യാവശ്യം ഈ പറയുന്ന ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവൻ ഈ പറയുന്ന അത്യാവശ്യം പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഡിഗ്രി ഫിലിംസിന് പഠിക്കുന്ന സമയങ്ങളിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് വളരെ എന്താണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കി വായിച്ചു പഠിച്ചതിന് ശേഷം പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ കടന്നു പോയി കൃത്യം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോയിക്കാൻ തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏറെക്കുറെ അല്ല തന്നെക്ക് ഈ പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എക്സാമിനേഷൻസിന് ഈ പറയുന്ന ധൈര്യത്തോടു കൂടി അഭിമുഖീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ ഒട്ടും വൈകിക്കൽ എന്നുള്ളതാണ്. നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് ഇന്ന് മുതൽ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം എത്രത്തോളം നിങ്ങൾ വൈകിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കുറഞ്ഞു വരും. കാരണം നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും ഓരോ വ്യക്തിക്കും ഈ പറയുന്ന ജോലി മേടിക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എത്രത്തോളം വൈകിക്കുന്നുണ്ടോ അത്രത്തോളം ഈ പറയുന്ന നമുക്ക് ആ സ്ഥാനത്തിലേക്ക് മറ്റാളുകൾ എന്ത് ചെയ്യും കയറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ പിന്നെയും പുറമോട്ടേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ നീട്ടി വെക്കരുത്. കാരണം പോയ സമയം ഒന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ വളരെ പ്ലാനഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ പെട്ടെന്നൊരു പുസ്തകം എടുത്തല്ല റാങ്ക് ഫയലും എസ്സേയുടെ പുസ്തകം എടുത്ത് പഠിക്കാതെ ആദ്യമേ സിലബസ് എടുത്ത് വെക്കുക, സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ എല്ലാം എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുക ആദ്യമേ കടന്നു പോയതിനു ശേഷം പിന്നെ സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന എന്താണ് ഈ എക്സാമിനേഷനൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പറയുന്ന ജൂലൈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഈ പറയുന്ന മെയ് ജൂൺ ജൂലൈ ആണ് ഈ പറയുന്ന പ്രിലിംസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഓഗസ്റ്റ് മാസം തന്നെ അല്ലേ, ഓഗസ്റ്റ് മാസം തന്നെ ഈ പറയുന്ന രീതിയിൽ അവർ മെയിൻസും എന്ത് ചെയ്യും തുടങ്ങുന്നതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID, CAT പോലത്തെ എക്സാമിനേഷൻ പഠിക്കുന്നവരാണെങ്കിൽ
ഇത് തീർച്ചയായിട്ടും നമ്മൾ AZB അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ കോഴ്സിൽ ആ ഒരു പരീക്ഷകൾ ക്രാക്ക് ചെയ്യുന്ന പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെഷൻസ് ഉണ്ട്, മെന്റേഷൻ സപ്പോർട്ടും സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോ സ്റ്റഡി പ്ലാൻ നൽകി നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു പോകണമെന്നതിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ എന്ത് നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഓരോ ദിവസവും എത്രത്തോളം ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണമെന്നുള്ളതിനെ കുറിച്ച് ക്ലാസ്സുകളും ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ഡെയിലി പറയുന്ന രീതിയിൽ നോട്ടുകൾ വായിച്ചു പഠിച്ച് മുന്നോട്ടേക്ക് പോയി എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയൊക്കെ എന്ത് പറ്റും പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതിന് ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പറയാൻ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഗൂഗിൾ ഫോമിൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് മറ്റു കാര്യങ്ങൾക്ക് അവിടെ എഴുതി എന്ത് ചെയ്യാൻ പറ്റും, രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് അയച്ച് വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കിട്ടുന്ന മാസം വളരെ എഫക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനിയും ഈ പറഞ്ഞ പരീക്ഷകൾക്ക് അയക്കാത്തവരുണ്ടെങ്കിൽ കുറേ പറയുന്ന എപ്പോഴും ചില എക്സാമിനേഷൻ്റെയൊക്കെ ഇപ്പോൾ PSC ഇപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ എക്സാമിനേഷൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇനി 2-3 ദിവസം കൂടെ എന്താണ് ബാക്കി നിൽക്കുകയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും PSC എക്സാമിനേഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതയുണ്ട് അയച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും അയക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ എക്സാമിനേഷനും എഴുതാനും എന്താണ് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിനേഷൻ എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മേടിച്ച് എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്യാനെങ്കിലും എന്ത് ചെയ്യുക, ഒരു എന്താണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഏതെല്ലാം എക്സാമിനേഷനാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.